ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കാർത്തികയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന വിഷ്ണു കാർത്തികയോട് ഹർഷന്റെ ഫോട്ടോ ചോദിക്കുകയാണ്. ഹർഷന്റെ ഫോട്ടോ തന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് കാർത്തിക ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും സംശയത്തോടെ കാർത്തികയെ നോക്കുകയാണ് വിഷ്ണു. അങ്ങനെ വിഷ്ണു അവിടുന്ന് പോയതിനു ശേഷം തന്റെ കയ്യിലുള്ള ഹർഷന്റെ ഫോട്ടോയെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് കാർത്തിക. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് പൊന്നി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനി എന്റെ ഹൃദയത്തിൽ ഇവന് സ്ഥാനമില്ല, ഇവന്റെ ഫോട്ടോ എല്ലാം തന്നെ കത്തി തീരട്ടെ എന്ന് കാർത്തിക പറയുന്നു. അതേസമയം ഇത് കാണുന്ന പൊന്നി ആ ഫോട്ടോ കാണാനായി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. പെട്ടെന്ന് പിള്ളച്ചേട്ടൻ അങ്ങോട്ടേക്ക് വരികയും കാർത്തിക അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പൊന്നി പെട്ടെന്ന് തന്നെ കാർത്തിക കത്തിച്ച ആ ഫോട്ടോകളുടെ അടുത്തേക്ക് ചെല്ലുകയും അതിന്റെ മുകളിൽ നിന്നും ഒരു ഫോട്ടോ തട്ടി മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഹർഷന്റെ ഒരു ഫോട്ടോ മാത്രം കത്താതെ പൊന്നിക്ക് കിട്ടുകയാണ്. അതേസമയം എല്ലാ ഫോട്ടോയും കത്തിച്ചാമ്പലായെന്ന് കരുതി സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തിക. പിന്നീട് കാണിക്കുന്നത് പൊന്നി ആ ഫോട്ടോയുമായി നേരെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്താ പൊന്നി, എന്താ പ്രശ്നമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ രാവിലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം പൊന്നി ശാലിനിയോട് പറയുന്നു. ഇതില് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ കൈയോടെ തന്നെ കൊണ്ടുവന്നത്. തുടർന്ന് ശാലിനി പറയുകയാണ്, ഇതിന്റെ പിന്നിൽ എന്ത് രഹസ്യമുണ്ടെങ്കിലും ഞാനത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിരിക്കും പൊന്നി. അങ്ങനെ പൊന്നി അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി പറയുകയാണ്, ഇതാകും അവളുടെ ഹർഷൻ. ഹർഷ, നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. തുടർന്ന് ശാലിനി അനുപല്ലവിയെ വിളിച്ച് ഹർഷന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വിളിക്കാനും പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രാഘവൻ നായരെ വൈദ്യരെടുത്ത് കൊണ്ടുപോയിട്ട് വിഷ്ണുവും പിള്ളച്ചേട്ടനും കൂടി കൊണ്ടുവരുന്നു. വൈദ്യര് എന്ത് പറഞ്ഞെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സ്റ്റിക്കില്ലാതെ നടക്കാൻ സാധിക്കുമെന്ന് വൈദ്യര് പറഞ്ഞെന്ന് വിഷ്ണു പറയുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും കാർത്തികയുടെ കയ്യിൽ നിന്നും മോതിരം ഊരി വാങ്ങുകയാണ് സത്യഭാമ. അത് പിള്ളച്ചേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന്, അതായത് നാളെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേരെഴുതിയ മോതിരം പണിത് മേടിക്കണമെന്നും സത്യഭാമ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിഷ്ണു പറയുന്നു. നീ രഹസ്യമായി നടത്തിയ കല്യാണം ഞാൻ പരസ്യമായി നടത്തുന്നു, അത്ര തന്നെയെന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തിക. പിന്നീട് കാണിക്കുന്നത് പപ്പിയെയാണ്. കാർത്തികയെ കൊണ്ട് വല്ലാത്ത ശല്യമാണെന്ന് പപ്പി ചെന്ന് ശ്യാമയോട് പറയുമ്പോൾ കാർത്തിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നീ ആരോട് ചോദിച്ചിട്ടാ എന്റെ ഫോൺ എടുത്തത്? വളർത്തുദോഷം അല്ലാതെ എന്ത് പറയാനാ? ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കാർത്തിക. അതിനുശേഷം ശ്യാമയെ നോക്കിക്കൊണ്ട് കാർത്തിക പറയുകയാണ്, നിന്റെ കുശുമ്പും നിന്റെ സ്വഭാവം എല്ലാം തന്നെ നിന്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. നിന്റെ സ്വഭാവത്തിന്റെ നീ പോയി കിടപ്പ് കിടക്കുന്നത്. ഇനി ഒരിക്കലും നിനക്ക് ഈ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാനേ സാധിക്കില്ലെന്ന് കാർത്തിക പറയുമ്പോ എന്റെ അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പപ്പി പറയുന്നു. എന്റെ ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആന്റിയെ വെച്ചേക്കത്തില്ലെന്നും പപ്പി പറയുമ്പോ ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് കാർത്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.